ഹലോ. തൻ്റെ ജന്മദിനത്തിൽ വരാനിരിക്കുന്ന 3 സിനിമകളുടെ അപ്ഡേറ്റുമായി വന്ന് സോഷ്യൽ മീഡിയ ഇളക്കിമറിച്ച ദുൽഖർ സൽമാൻ ഇപ്പോൾ താൻ നിർമ്മിച്ച ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന സിനിമയിലൂടെ ലോകം തന്നെ കീഴടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 30 കോടിയിൽ നിർമ്മിച്ച പടം 300 കോടിയുടെ ലെവലിലുള്ളതാണ്. മമ്മൂട്ടിയുടെ മകൻ എന്ന ലേബലിലല്ലാതെ യാതൊരുവിധ മീഡിയ ഹൈപ്പുമില്ലാതെ സെക്കൻഡ് ഷോ എന്ന ഒരു ചെറിയ സിനിമയിലൂടെ സിനിമാ രംഗത്തേക്ക് കാലെടുത്തു വെച്ച ദുൽഖർ ഇന്ന് എത്തി നിൽക്കുന്നത് സ്വപ്ന സമാനമായ ഒരു സ്ഥാനത്താണ്. തൻ്റെ ആക്ടിംഗ് സ്റ്റൈലിൽ ഒരിടത്തോ വിദൂരമായി പോലും മമ്മൂട്ടി എന്ന നടൻ്റെ നിഴൽ പോലും വരാതെ തൻ്റെതായ ഒരു അഭിനയ ശൈലി കെട്ടിപ്പടുത്ത നടൻ. ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ മകൻ എന്ന തലക്കനമോ ഭാവമോ ഇല്ലാതെ എല്ലാവരോടും അങ്ങേയറ്റം മാന്യമായും സൗമ്യമായും ഇടപഴകുന്ന ചെറുപ്പക്കാരൻ. ഏതൊരു പ്രോജക്റ്റിലേക്കും മലയാളമോ തമിഴോ തെലുങ്കോ ഹിന്ദിയോ ആയാലും ധൈര്യമായി കരാർ ഒപ്പിടാവുന്ന നായക നടൻ. തൻ്റെതായ ഒരു സ്ഥാനം ഏതൊരു ഫിലിം ഇൻഡസ്ട്രിയിലും സ്ഥാപിച്ചെടുത്ത അസാമാന്യ പ്രതിഭ. കേരളത്തിൻ്റെ സ്വന്തം പാൻ ഇന്ത്യൻ സ്റ്റാർ. വിരലിലെണ്ണാവുന്ന സിനിമകളിലൂടെ നേടിയെടുത്ത താരമൂല്യം. ഇന്ത്യയിലെ പ്രധാന ഭാഷാ ഫിലിം ഇൻഡസ്ട്രികളിൽ സ്വീകാര്യനായ ബിസിനസ് വാല്യുള്ള നടൻ. വേഫറർ എന്ന പേരിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനി ആരംഭിച്ചപ്പോഴും തനിക്ക് അഭിനയിക്കാൻ വേണ്ടി മാത്രം അതിനെ ഉപയോഗപ്പെടുത്താതെ മലയാള സിനിമയെ ഒരു മികച്ച പ്രോഡക്റ്റ് ആക്കി മാറ്റി ആഗോള വ്യാപകമായി അതിനെ മാർക്കറ്റ് ചെയ്യാനുള്ള പ്രൊഫഷണലിസവും അദ്ദേഹം കമ്പനിയുടെ മുഖമുദ്രയാക്കി. വേഫറിന്റെ ബാനറിൽ അദ്ദേഹം നിർമ്മിച്ച സിനിമകളെല്ലാം തന്നെ രാജ്യവ്യാപകമായും രാജ്യാന്തര തലത്തിലും ശ്രദ്ധ പിടിച്ചുപറ്റി. കിങ് ഓഫ് കൊത്ത ഒഴികെ വേഫറർ നിർമ്മാണത്തിനൊപ്പം വിതരണത്തിലും വെഞ്ഞിക്കൊടി പാറിച്ചു. കാതൽ ദിക്കോ, റോഷാക്, കണ്ണൂർ സ്ക്വാഡ് കൂടാതെ കന്നഡ സിനിമയിലെ സൂപ്പർ ഹിറ്റായ സൂഫ്രം സോ കേരളത്തിൽ വിതരണത്തിനെത്തിച്ചതും വേഫറർ ആണ്. നടൻ, നിർമ്മാതാവ് എന്നീ നിലകളിൽ ജ്വലിച്ചു നിൽക്കുന്ന ദുൽഖറിന്റെ വ്യത്യസ്തമായ കാഴ്വയ്പ്പാണ് ലോക എന്ന ചിത്രം. ഐതിഹ്യങ്ങളിൽ വന്നുപോകുന്ന മിത്തുകളെ പുതിയ കാലത്തിനനുസരിച്ച് ഡൊമിനിക് അരുൺ എന്ന സംവിധാന പ്രതിഭ ഒരുക്കിയ തിരക്കഥ വർഷങ്ങളോളം ഒരു നിർമ്മാതാവിനെ കാത്തിരുന്നു. ഇവിടെയാണ് ദുൽഖർ എന്ന നിർമ്മാതാവിന്റെ വിവേചന കഴിവ് നമ്മൾ കാണുന്നത്. ലോക മലയാള സിനിമയെ സംബന്ധിച്ച് എല്ലാ അർത്ഥത്തിലും ഒരു പൊളിച്ചെഴുത്താണ്. കേരളം 30 കോടിയിൽ തീർത്ത ലോക 300 കോടിയുടെ ഔട്ട്പുട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം അഭിപ്രായപ്പെടുന്നത്. ഇതിന്റെ ക്രെഡിറ്റ് സംവിധായകനായ ഡൊമിനിക് അരുണിന് മാത്രമല്ല, ഇത്രയേറെ ചാലഞ്ചിങ് ആയ ഒരു പ്രോജക്റ്റിൽ കോടികൾ ഇറക്കാനുള്ള ആത്മധൈര്യം കാണിച്ച ദുൽഖറിന് കൂടിയുള്ളതാണ്. ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വിവേചനശേഷിയുടെ മികവാണ് ലോക എന്ന ചിത്രം ഇപ്പോൾ ബോക്സ് ഓഫീസ് ഇളക്കി മറിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.